ശരി, വായോ. ആദ്യത്തെ ചോദ്യം ഇതാണ്, നോക്കിയേട്ടോ. ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീത പദമായി വരുന്ന പദം ഏത് എന്നതാണ് ചോദ്യം. ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ഉത്തരം? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ. ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീതമായി വരുന്നത് ഏത് എന്നാണ് 4 ഓപ്ഷൻസ് വായിച്ചു നോക്കുക. അതിൽ ഏതാണ് കറക്റ്റ് ഉത്തരം എന്ന് തോന്നുന്നേ. പുതിയ കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഊഹിച്ചു നോക്കുക ഇതിൽ ഏതായിരിക്കും എന്നുള്ളത്. എല്ലാവർക്കും എല്ലാം അറിയണം എന്നില്ല. അപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോക്കോ. എടുത്തൊരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റഫായിട്ട് എഴുതിയിട്ടോ, കിട്ടാത്തത് നല്ലതായിരിക്കും. ഏതാ ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് വരുന്നേ? 2 ഓപ്ഷൻസ് ഒരുപോലെ കാണുന്നില്ലേ? നിമീലനം, നിമീലനം. ഇത് രണ്ടും ഒരുപോലെയാണ് കാണുന്നത്. ഒരെണ്ണം ഞാൻ വെട്ടുന്നുണ്ട്. അപ്പൊ ഏതാ ഉത്തരമായിട്ട് വരുന്നേ? ഉന്മീലനത്തിന്റെ വിപരീതമാണ് നിമീലനമാണ് കേട്ടോ, നിമീലനമാണ്. അപ്പൊ ഉന്മീലനം, നിമീലനം. ഗജനിമീലനം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ശൈലിയുണ്ട്. ഗജനിമീലനം എന്നൊരു ശൈലി ഉണ്ട് നമുക്ക് മലയാളത്തിൽ പഠിക്കാനായിട്ട്. കണ്ടാലും കണ്ടില്ല എന്ന നാട്യത്തിനെയാണ് നമ്മൾ ഗജനിമീലനം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയല്ലോ? ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കേ, ആകർഷണം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വികർഷണം, അനാകർഷണം, നിരാകർഷണം, പ്രഹർഷണം. ഇതിൽ ആകർഷണത്തിന്റെ വിപരീതം ഏത് എന്നതാണ്. വായിച്ചു നോക്കിയിട്ട് പറയൂ. ആകർഷണം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ആകർഷിക്കുക എന്നതിന്റെ വിപരീതമായിട്ട് വരുന്നത് വികർഷണമാണ്. അതിന്റെ മീനിങ്ങും അറിയാലോ. ആകർഷിക്കുക, വികർഷിക്കുക, അത്രയേ ഉള്ളൂ. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും, വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതെ. ചോദ്യത്തിലാണ് ക്ഷയം എന്നതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോക്കിയിട്ട് പറയാമോ ക്ഷയം എന്ന പദത്തിന്റെ വിപരീതം? അക്ഷയം, വൃദ്ധി, നിക്ഷയം, വൃത്തി. ഇതിലേതാണ് ക്ഷയം എന്ന പദത്തിന്റെ വിപരീതം എന്നതാണ് ചോദ്യം. പറയൂ. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അവിടെ എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് ലാസ്റ്റ് എന്റെ അടുത്ത് പറയണം കേട്ടാ. എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് പറയണേ. ക്ഷയം എന്ന പദത്തിന്റെ വിപരീതം. ക്ഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? തറവാടൊക്കെ ക്ഷയിച്ചിരിക്കണു. നമ്മുടെ എത്ര ആന ഉണ്ടായിരുന്നില്ല, എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിൽ കേട്ടിട്ടില്ലേ? ആന കിടന്നിടത്ത് ആനയുടെ ചങ്ങല മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല. അപ്പൊ ക്ഷയിക്കാന്ന് പറഞ്ഞാൽ ഇല്ലാതായി പോവലാണ്. അപ്പൊ അതിന്റെ വിപരീതമായിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി വൃദ്ധിയാണ് അല്ലെ? വൃദ്ധി. ക്ഷയിക്കാന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക, വൃദ്ധി എന്ന് പറഞ്ഞാൽ ഉണ്ടായി വരിക, ഉയർന്നു വരിക, അഭിവൃദ്ധി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ്. അടുത്ത ചോദ്യം 4-മത്തേതാണ്. നോക്കിക്കോളൂ. സാരം എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നാണ്. നോക്കിയിട്ട് പറഞ്ഞേ. സാരം എന്നതിന്റെ വിപരീതം അസാരം, നിസാരം, അതിസാരം, ഗൗരവം. നോക്കിയിട്ട് പറഞ്ഞോ. സാരത്തിന്റെ വിപരീതമാണ് കേട്ടോ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പരിക്ക് സാരമുള്ളതാണ്, അല്ലെങ്കിൽ പരിക്ക് എന്താ നമ്മൾ പറയാ? നിസ്സാരമാണ്. നിസ്സാരമാണ്, കറക്റ്റ് ആണ്. 2 സായുണ്ട്. നിസ്സാരം നോക്കി വെച്ചോ. സാരം എന്നതിന്റെ വിപരീതം നിസ്സാരമാണ്. അടുത്തത് 5-മത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അവരജൻ എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. അവരജന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് പറഞ്ഞേ. ആദ്യം അവരജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുക. എന്നിട്ട് ഓപ്ഷൻസിൽ നിന്ന് അത് കണ്ടെത്താം. പറയൂ. നമ്പർ ഇട്ടിട്ട് എല്ലാവരും പറയണെച്ചാല് എനിക്ക് ചാറ്റ് നോക്കുമ്പോ ഒരു സുഖം ഉണ്ടാവും. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് നമ്പർ ഇട്ടിട്ട് പറയണേ. അവരജൻ എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ മക്കളെ അവരജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അവരജൻ എന്ന് പറഞ്ഞാല് അനുജനാണ് കേട്ടോ. അനുജനാണ്. അനുജൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ വിപരീതമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ജ്യേഷ്ഠനാണ് അല്ലെ? അനുജൻ ആണെങ്കിൽ ജ്യേഷ്ഠനാണ്. അവരജൻ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഓപ്ഷൻ എ അഗ്രജനാണ് കേട്ടോ. അഗ്രജൻ. ചേട്ടന്മാരെ ഇപ്പൊ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാര് ഈ അറ്റത്തിരിക്കും, പിന്നെ അതിന്റെ താഴെ ഒരെണ്ണം, താഴെ ഒരെണ്ണം. പണ്ട് 10 മക്കളല്ലേ? അപ്പൊ അഗ്രത്തിരിക്കുന്നത് ഏറ്റവും മൂത്ത ആളാണ്. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് കുറെ എണ്ണം ഇങ്ങനെ താഴേക്ക് പോവും. അപ്പൊ ഇത് അഗ്രത്തിരിക്കുന്നവൻ അഗ്രജനാണ്. ഈ അറ്റത്താണ് അവരജൻ ഇരിക്കുന്നത്. ഓർത്തു വെക്കണം. ഇനി ആത്മജൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മജൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മജൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ആത്മജൻ. ഹായ്. ആത്മജൻ എന്ന് പറഞ്ഞാല് തനയൻ എന്ന് പറഞ്ഞാല് ആത്മജൻ, തനയൻ എന്നൊക്കെ പറഞ്ഞാൽ ആരാ? പുത്രനാണ് അല്ലെ? ആത്മജൻ, തനയൻ എന്നൊക്കെ പറഞ്ഞാൽ പുത്രനാണ്. ഓർത്തു വെക്കണം. ഇനി ഈ എൻ വെട്ടിക്കളഞ്ഞാല് ആത്മജ, തനയ എന്നൊക്കെ പറഞ്ഞാല് അത് പുത്രിയാണ്. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 6-മത്തെ ചോദ്യമാണ്. നോക്കിക്കോളൂ.
ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞേ, ശ്ലാഘ്യത്തിന്റെ വിപരീതം നോക്കിയിട്ട് പറയാമോ? ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീതം ഗാർഹ്യം, ഗർഹ്യം, ഗ്രാഹ്യം, ഗൃഹ്യം. ഏതാ ഉത്തരമായിട്ട് വരിക? ഏതാ ഉത്തരമായിട്ട് വരുന്നേ? ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീതം കറക്റ്റ് ആണ്. ശ്ലാഘ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഗർഹ്യമാണ് അല്ലെ. ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീതം ഗർഹ്യമാണ് കേട്ടോ. ശ്ലാഘ്യം വിപരീതം ഗർഹ്യമാണ്, ഓർത്തു വെച്ചിരിക്കണേ. ശ്ലാഘ്യം, ഗർഹ്യം കറക്റ്റ് ആണ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. തിക്തം എന്നതിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം അല്ലെ. തിക്തം, നമ്മൾക്ക് ആരുടെ കയ്യിൽ നിന്നെങ്കിലും തിക്തമായ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മധുരമുള്ള അനുഭവങ്ങൾ തിരിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കറക്റ്റ് അല്ലേ? തിക്തം എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നാണ്. പുളിപ്പ്, മധുരം, ചവർപ്പ്, കയ്പ്. ആദ്യം തിക്തത്തിന്റെ അർത്ഥം ചിന്തിക്കുക, എന്നിട്ട് അതിന്റെ വിപരീതം കണ്ടെത്താം. പെട്ടെന്ന് പറഞ്ഞോളൂ മക്കൾ. ഇത് സ്പീഡ് കൂടുതലൊന്നും ഇല്ലല്ലോ, വിപരീതം എളുപ്പമാണല്ലോ, നമുക്ക് ഇങ്ങനെ പോവാലോ. പുതിയ കുട്ടികളോടാണ് എസ്പെഷ്യലി ചോദിച്ചത്. തിക്തത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ തിക്തം എന്ന പദത്തിന്റെ വിപരീതം? ഓക്കേടാ, തിക്തത്തിന്റെ വിപരീതം പറ. കറക്റ്റ് ആണ്. തിക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പാണ് അല്ലെ. തിക്തം എന്ന് പറഞ്ഞാൽ കയ്പാണ്, കയ്പ്. കയ്പിന്റെ വിപരീതം എന്താ? മധുരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കയ്പിന്റെ വിപരീതം മധുരമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നേ. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ദ്രുതം എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ മക്കളെ ദ്രുതം എന്നതിന്റെ വിപരീതമായിട്ട് പറയുന്നേ? ദ്രുതത്തിന്റെ വിപരീതം എന്താ? പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് കേട്ടോ. എട്ടാമത്തെ ചോദ്യമാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിയിട്ട് പറയൂ. ദ്രുതം എന്ന പദത്തിന്റെ വിപരീതം. ദ്രുതം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രുതഗതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. ദ്രുതം എന്ന് പറഞ്ഞാൽ വേഗമാണ്. അപ്പൊ അതിന്റെ വിപരീതം എന്തായിരിക്കും? പെട്ടെന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടുമല്ലോ. അത് ഓപ്ഷൻ സി ആണ് അല്ലെ. ദ്രുതത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് മന്ദം എന്നാണ്. കറക്റ്റ് ആണ്. ഇവിടെ ഓപ്ഷൻ ഡി അമരത്തിന്റെ വിപരീതം എന്താ? ഓപ്ഷൻ ഡി അമരത്തിന്റെ വിപരീതം അത് അണിയമാണ് അല്ലെ. അമരത്തിന്റെ വിപരീതം അണിയമാണ്. കറക്റ്റ് ആണ്. അമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചിയുടെ ഏത് ഭാഗമാണ്? വഞ്ചിയുടെ പിൻഭാഗമാണ് കേട്ടോ. വഞ്ചിയുടെ പിൻഭാഗമാണ് അമരം. അണിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചിയുടെ മുൻഭാഗമാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. നിന്ദ എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ നിന്ദയുടെ വിപരീതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നേ? എനിക്കൊന്ന് പറഞ്ഞുതരൂ. നിന്ദ എന്ന പദത്തിന്റെ വിപരീതം പറഞ്ഞേ. നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ നിന്ദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നിന്ദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പറയാന്നാണോ അതോ ആളെ വിഷമിപ്പിച്ചിട്ട് മോശാക്കി പറയാന്നാണോ? എന്താ കറക്റ്റ്? നിന്ദ എന്ന് പറഞ്ഞിട്ട് ഒരാളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതിനെയാണ് നമ്മൾ നിന്ദ എന്ന് പറയാ. അപ്പൊ അതിന്റെ വിപരീതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? സ്തുതിയാണ് അല്ലെ. സ്തുതിക്കുക, സ്തുതിക്കുക. നിന്ദയുടെ വിപരീതം സ്തുതിയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 10ാമത്തെ ചോദ്യമാണ്. വൃദ്ധിയുടെ വിപരീതം. നേരത്തെ നമ്മളോട് ചോദിച്ചു മറ്റേ വാക്ക് തന്നിട്ട്, ഇപ്പൊ നേരെ തിരിച്ചു ചോദിച്ചു. വൃദ്ധി എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് പറയാമോ? വൃദ്ധിയുടെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വൃദ്ധിയുടെ വിപരീതം? നമുക്കറിയാം വൃദ്ധിയുടെ വിപരീതം ഓപ്ഷൻ ഡി ക്ഷയമാണ്. നമ്മൾ പഠിച്ചതാണ്. മലിനം എന്ന പദത്തിന്റെ വിപരീതം എന്താ? മലിനം എന്ന പദത്തിന്റെ വിപരീതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നേ അത് നിർമ്മലമാണ് അല്ലെ. നിർമ്മലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധം എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ്. മലിനം വിപരീതം നിർമ്മലമാണ്. ഓർത്തു വെക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 11ാമത്തെ ചോദ്യമാണ്. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നാണ് ചോദ്യം. ദുഷ്ടന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. 11 നോക്കിയിട്ട് പറയോ. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീതം എന്താ? ദുഷ്ടി, ദുഷ്ടർ, ശിഷ്ടൻ, പാമരൻ. എന്താ ദുഷ്ടന്റെ വിപരീതം? പറഞ്ഞോളൂ. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ശിഷ്ടനാണ്. കറക്റ്റ് ആണ്. പാമരൻ എന്ന് പറഞ്ഞാൽ ആരാ? പാമരൻ എന്ന് പറഞ്ഞാല് അറിവുള്ളവനാണോ അറിവില്ലാത്തവനാണോ? പാമരൻ എന്ന് പറഞ്ഞാല് അറിവില്ലാത്തവനാണ് അല്ലെ. അറിവില്ലാത്തവനെയാണ് നമ്മൾ പാമരൻ എന്ന് പറയുന്നത്. അപ്പൊ പാമരൻ എന്ന വാക്കിന്റെ വിപരീതമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അറിവുള്ളവൻ എന്നർത്ഥത്തിൽ അത് പണ്ഡിതനാണ് അല്ലെ. അറിവുള്ളവനെ നമ്മൾ പണ്ഡിതൻ എന്ന് പറയും. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തേക്ക് പൊക്കോട്ടെ. 12ാമത്തെ ചോദ്യമാണ്. നോക്കിയിട്ട് പറയണേ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം.
12ാമത്തെ ചോദ്യം, അഗ്രജൻ എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ടപ്പ് ടപ്പേന്ന് ഉത്തരം പറഞ്ഞേ നോക്കട്ടെ. കറക്റ്റ് ആണ്. 12ാമത്തെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. നേരത്തെ നമ്മൾ അവരജൻ അഗ്രജൻ പഠിച്ചു. ഇപ്പൊ അവര് തിരിച്ചു ചോദിച്ചു. അഗ്രജൻ എന്ന പദത്തിന്റെ വിപരീതം അവരജൻ ആണ്. കറക്റ്റ് ആണ്. അടുത്തത് സ്വാശ്രയം എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ മക്കളെ സ്വാശ്രയത്തിന്റെ വിപരീതമായിട്ട് വരുന്നേ? എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ശ്രയം, പരാശ്രയം, ആശ്രയം, നിരാശ്രയം. ഇതിലേതാ സ്വാശ്രയം എന്ന പദത്തിന്റെ വിപരീതമായിട്ട് വരുന്നേ? പറയൂ. കറക്റ്റ് ആണ്. സ്വാശ്രയത്തിന്റെ വിപരീതം പരാശ്രയമാണ്. എന്താ സ്വാശ്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സ്വാശ്രയം എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ആശ്രയിക്കുകയാണ് അല്ലെ. നമുക്ക് വേറെ ആരുടെയും ഹെൽപ്പ് ഒന്നും വേണ്ട. തനിക്ക് താനും പുരയ്ക്കു തൂണും എന്ന് പറയില്ലേ. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെത്താനെ ചെയ്യുക. അതാണ് തന്നെത്താൻ ആശ്രയിക്കുന്നതിനെ സ്വാശ്രയം എന്ന് പറയും. പരാശ്രയമാണെങ്കിൽ അന്യരെ ആശ്രയിക്കലാണ് അല്ലെ. അന്യരെ ആശ്രയിക്കുന്നതിനെയാണ് നമ്മൾ പരാശ്രയം എന്ന് പറയാ. എല്ലാവരും എല്ലാ കാര്യങ്ങളും മാക്സിമം സ്വാശ്രയം, അതായത് അവരവര് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ളവരെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതല്ല. നമ്മൾ ഇപ്പോഴേ ഒരാളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചാലുണ്ടല്ലോ, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴും നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരാൾ ഇങ്ങനെ ചായാൻ ഒരു ചുമൽ, എന്താ പറയാ, ചായാൻ ഒരു ഇതിനെന്താ പറയാ, ചുമല, ചായാൻ ഒരു ഷോൾഡർ വേണം എന്നുള്ളൊരു ചിന്ത വരും നമുക്ക് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ തന്നെത്താൻ നേരിടാനുള്ള ഒരു പവർ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഉണ്ടാവണം. അടുത്തത് 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. തോൾ. ശരി, അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നോക്കിക്കോളൂ. 14. അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആവാനും എല്ലാവരും പഠിക്കണം കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊക്കെ മൈൻഡ് ഒന്ന് ലെവലാക്കി കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അതായത് അല്ലെങ്കിൽ നമുക്ക് അയാള് മിണ്ടിയില്ല, ഇയാൾ ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എപ്പോഴും വിഷമിച്ചിരിക്കാനുള്ള കാര്യം ഉണ്ടാവും. വിഷമിച്ചിരിക്കാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. പോയത് പോട്ടെ എന്ന് ചിന്തിച്ചാൽ മതി. ആ ഒരു ലെവലിലേക്ക് മനസ്സിനൊന്നും പാകപ്പെടുത്തിയെടുക്കണം. ഓക്കെ. അപ്പൊ ഭാഗികം എന്നതിന്റെ വിപരീതമാണ് ചോദിക്കുന്നത്. അഭാഗികം, സമഗ്രം, അഭംഗം, നിർഭാഗികം. ഇതിൽ ഏതാ കറക്റ്റ്? ഭാഗികത്തിന്റെ വിപരീതം നോക്കിയിട്ട് പറയാമോ? എന്താ ഭാഗികം എന്നതിന്റെ വിപരീതമായിട്ട് വരുന്നത്? ഭാഗികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഭാഗികം നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാഗിക ചന്ദ്രഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം എന്നൊക്കെ പറഞ്ഞാല് പകുതിയാണ് അല്ലെ. പകുതി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഭാഗികം എന്ന് പറയുന്നത്. അപ്പൊ മുഴുവനായും എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഭാഗികത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി സമഗ്രമാണ് അല്ലെ. സമഗ്രം എന്ന് പറഞ്ഞാല് മുഴുവനും എന്നുള്ള അർത്ഥത്തിലാണ്. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 15ാമത്തെ ചോദ്യമാണ്. നോക്കിക്കോളൂ. രവം എന്നതിന്റെ വിപരീതമാണ്. രവത്തിന്റെ വിപരീതം എന്താ? രവം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം അതൊന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് അതിന്റെ ഉത്തരം പറ. രവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദമാണ് അല്ലെ. രവം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. അപ്പൊ അതിന്റെ വിപരീതമായിട്ട് 4 ഓപ്ഷനിൽ ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നേ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എപ്പോഴൊക്കെയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് D4 ഡാൻസിലെ നീരവ് ബൗലേജയുടെ കേസൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? ഇവിടെ ഡിംപിൾ ആയിട്ട് ഒരാള്, ഓർമ്മയില്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. രവത്തിന്റെ വിപരീതം നീരവമാണ് അല്ലെ. ശബ്ദമില്ലാത്ത അവസ്ഥ തന്നെ, അല്ലെങ്കിൽ നിശബ്ദത്തിനെയാണ് നമ്മൾ നീരവം എന്ന് പറയുന്നത്. മക്കളെ നിശബ്ദം എന്നൊന്ന് എഴുതി കാണിക്കാമോ? മലയാളത്തിലെ നിശബ്ദം എന്നൊന്ന് എഴുതി കാണിക്കോ? അന്ന് ഞാനില്ല മിസ്. ഓക്കെ, ശരി. നീരവ് ബൗലേജ എന്ന് പറഞ്ഞിട്ട് D4 ഡാൻസിൽ ഉണ്ടല്ലോ. നമ്മളെ പ്രിയാമണിയും പ്രസന്ന മാസ്റ്ററും നീരവ് ബൗലേജ ആയിരുന്നു. നമ്മളെ GPയും പേളിമാണിയും കൂടി എന്നെ ഷോയൊക്കെ ആങ്കർ ചെയ്തിരുന്നത്. മറ്റേ ദിൽഷ റംസാനൊക്കെ ഉള്ള സീസണാണ് ഞാൻ പറയുന്നത്, മുന്നത്തെ. അപ്പൊ അതിൽ നീരവുണ്ട്. ഇങ്ങനെ മിണ്ടൂല, നിശബ്ദമായിട്ടിരിക്കുള്ളൂ. ചിരിക്കുള്ളൂ. ചിരിക്കുമ്പോൾ ഇവിടെ വലിയ ഡിമ്പിള് വരും. അങ്ങനത്തെ ഒരാൾ. അപ്പൊ നീരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദമില്ലാത്തത്, നിശബ്ദനാണ്. ഒന്ന് എഴുതി കാണിച്ചേ. അതെ, നീരവ് ജി. നിശബ്ദം എഴുതി കാണട്ടെ. കറക്റ്റ് ആണ്. നിശബ്ദത്തിന് 2 ഷായ് ഉണ്ട് കേട്ടോ. നിശബ്ദത്തിന് 2 ഷായ് ഉണ്ട്. ആരെങ്കിലും ഇത് ശ്രദ്ധിക്കാതെ പോയവരുണ്ടെങ്കിൽ ഓർത്തു വെക്കണം. നിശബ്ദത്തിന് 2 ഷായ് ഉണ്ടടാ. നിശബ്ദത്തിന് 2 ഷായ് ഉണ്ട്. അടുത്തേക്ക് നമ്മൾ പോവാണ്. അടുത്ത ചോദ്യത്തേക്ക് പൊക്കോളൂ. എന്നല്ല, അടുത്ത ചോദ്യത്തേക്ക് പോവാണ്. എത്രാമത്തെയാ? 16ാമത്തെ ചോദ്യമാണ്. സംസ്കൃത മധു എന്ന പദത്തിലെ സംസ്കൃതത്തിന്റെ വിപരീതം ഏത് എന്നതാണ് ചോദ്യം. പറയൂ.
സംസ്കൃതം അതു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഈ സംസ്കൃതം എന്ന വാക്കിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാകൃതം, മലയാളം, അസംസ്കൃതം, പുളി. ഇതിലേതാണ് വിപരീതം എന്നതാണ് ചോദ്യം. പറ. സംസ്കൃതം എന്നതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. 16ാമത്തെ ചോദ്യം. സംസ്കൃതത്തിന്റെ വിപരീതം എന്താ? സംസ്കൃതം. സംസ്കൃതം എന്ന് പറഞ്ഞാലേ ശുദ്ധീകരിച്ചത് എന്നുള്ള അർത്ഥത്തിലാ പറയുന്നത് കേട്ടാ. ഇപ്പൊ പെട്രോളിയം പ്രൊഡക്റ്റ് ഇല്ലേ, അസംസ്കൃത വസ്തുക്കൾ മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് പിന്നെ അത് സംസ്കൃതമാക്കും. അതായത് പ്യൂരിഫൈ ചെയ്ത് പെട്രോളിയം, മണ്ണെണ്ണ, പാരഫിൻ, വാക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ. പല പല സ്റ്റെപ്പുകളിൽ കൂടെ ഓരോരോ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അതുപോലെ സംസ്കൃത മധു എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച തേനാണ്. അസംസ്കൃതം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എടുക്കുന്നതാണ്. അപ്പൊ സംസ്കൃതത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് ഓപ്ഷൻ സി അസംസ്കൃതമാണ്. മനസ്സിലായല്ലോ? സംസ്കൃതം എന്ന് പറഞ്ഞാൽ പ്യൂരിഫൈ ചെയ്തത്, അസംസ്കൃതം എന്ന് പറഞ്ഞാൽ എടുത്ത വശമുള്ള സംഭവം. ഓക്കെ, ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 17ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത് എന്നതാണ് ചോദ്യം. 17ാമത്തതാണ്, നോക്കിയിട്ട് പറയണം. ആ നോട്ട്ബുക്കിൽ എഴുതിയിടണേ സംസ്കൃതം, അസംസ്കൃതം. അതന്നെ സാധനം. ശരി, നോക്കൂ. താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഏത് എന്നാണ്. വായിച്ചു നോക്കിയിട്ട് ചെയ്യണേ. പിള്ളേരൊക്കെ ഉത്തരം വിടാണ്, വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിക്കോളൂ. നമുക്ക് ഓപ്ഷൻ ഡി തൊട്ട് മോളിലേക്ക് പോവാട്ടാ. നിർജീവം എന്ന് പറഞ്ഞാൽ എന്താ? നിർജീവം എന്ന് പറഞ്ഞാല് നിർജീവമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്തത്. നിർജീവം ജീവനില്ലാത്തത് എന്നാണ്. സജീവം എന്ന് പറഞ്ഞാല് ജീവൻ ഉള്ളത് എന്നാണ്. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആണ്. അപേക്ഷ, നമ്മൾ അപേക്ഷിക്കുക, ഒരാളോട് നമ്മൾ അപേക്ഷിക്കുകയാണ്, അതൊന്ന് ചെയ്തു തരുമോ? അപ്പൊ അയാൾ പറഞ്ഞു പോയി പണി നോക്ക്. അപ്പൊ അപേക്ഷയുടെ വിപരീതം ഉപേക്ഷ, കറക്റ്റ് ആണ്. അടുത്തത് പ്രഭാതമാണ്. പ്രഭാതം എന്ന് പറഞ്ഞാല് പുലരിയാണ്. പ്രദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തിയാണ്. അന്തി, സന്ധ്യ എന്നുള്ള അർത്ഥത്തിൽ അന്തി. അപ്പൊ പ്രഭാതം, പ്രദോഷം, അതും കറക്റ്റ് ആണ്. അടുത്തത് പ്രയാസമാണ്. പ്രയാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? പ്രയാസം എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ട് എന്നാണ്. ആയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ആയാസാണ് ആ പണി ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ട് എന്നാണ്. അപ്പൊ ഇതിലേതാ തെറ്റായ ജോഡി? ഓപ്ഷൻ എ ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് തെറ്റായത്. അപ്പൊ എനിക്ക് പറഞ്ഞു തരുമോ പ്രയാസത്തിന്റെ വിപരീതം എന്താ? അപ്പൊ പ്രയാസത്തിന്റെ ശരിയായ വിപരീതം എന്താ മക്കളെ? പ്രയാസം എന്ന വാക്കിന്റെ വിപരീതം എന്താ? പറയൂ. നിഷ്പ്രയാസമാണ്. പ്രയാസം എന്ന് പറഞ്ഞാല് നിഷ്പ്രയാസമാണ്, കറക്റ്റ് ആണ്. ഇനി ആയാസത്തിന്റെ വിപരീതം എന്താ? ആയാസം എന്ന വാക്കിന്റെ വിപരീതം എന്താ? ആയാസം എന്ന വാക്കിന്റെ വിപരീതം അത് അനായാസമാണ് അല്ലെ? അനായാസം. ചിലവരുണ്ടല്ലോ എന്റെ അടുത്തൊക്കെ വഴക്കുകൂടി പിണങ്ങിയൊക്കെ കഴിയുമ്പോൾ എന്നെ വിളിക്കുന്ന പേരാ നിഷ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കും. നിഷ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കും ചിലവര്. അത് പെട്ടെന്ന് ഇങ്ങനെ നിഷ് എന്ന് കണ്ടപ്പോ ഓർമ്മ വന്നാണ്. അപ്പൊ പ്രയാസത്തിന്റെ വിപരീതം നിഷ്പ്രയാസമാണ്. ആയാസത്തിന്റെ വിപരീതം അനായാസമാണ്. ഇതിൽ തെറ്റായത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 18ാമത്തെ ചോദ്യമാണ്, നോക്കിക്കോളൂ. നിർദ്ദയം എന്ന വാക്കിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് പറയാമോ? നിർദ്ദയത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്, പറയാമോ? ഏതാ ഉത്തരവാദിച്ചു വരുന്നേ? നിർദ്ദയം എന്ന വാക്കിന്റെ വിപരീതം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്? എത്രാമത്തെ ചോദ്യമാണ്? ഞാൻ മറന്നുപോയി. പറഞ്ഞേ. 18 ആണോ? ഓക്കെ, ശരി. നിർദ്ദയം എന്ന വാക്കിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. നിർദ്ദയം എന്ന് പറഞ്ഞാല് ദയയില്ലാതെ എന്നാണ് കേട്ടോ. ദയയില്ലാതെ എന്നാണ് നമ്മൾ നിർദ്ദയം എന്ന് പറയുന്നത്. അപ്പൊ ദയയോട് കൂടി എന്ന അർത്ഥത്തിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് എന്താ? സദയം തന്നെ പറയണം കേട്ടോ. ദയയോടെ എന്നത് പറയരുത്. നിർദ്ദയം എന്നതിന്റെ വിപരീതമായിട്ട് കറക്റ്റ് വേർഡ് വരുന്നത് സദയമാണ്. സദയം എന്ന പദത്തിനർത്ഥം ദയയോടു കൂടി എന്നാണ്. സദയം എന്ന് പറഞ്ഞാല് ദയയോടു കൂടി എന്നാണ്. അപ്പൊ ഇവിടെ വരുന്ന സമാസം കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. അത് അവ്യയീഭാവ സമാസം എന്നാണ് പറയാ. പിന്നീട് സമാസത്തിന്റെ ക്ലാസ്സിൽ എടുത്തു തരാം. സദയം ദയയോടുകൂടി, അവ്യയീഭാവൻ. സവിനയം എങ്ങനെ നമ്മൾ വിഗ്രഹിക്കും? സവിനയം എന്ന പദം വിനയത്തോടു കൂടി. അപ്പൊ അത് എന്ത് സമാസമാവും? അതും അവ്യയീഭാവനാണ്. പിന്നെ നമുക്ക് പറയാലോ
യഥേഷ്ടം എങ്ങനെ നമ്മൾക്ക് വിഗ്രഹിക്കാൻ പറ്റും? യഥേഷ്ടം എന്ന പദം നമ്മൾ ഇഷ്ടം പോലെ എന്ന രീതിയിൽ വിഗ്രഹിക്കും അല്ലെ. യഥോഷം അല്ല, യഥേഷ്ടം ഇഷ്ടം പോലെ, യഥാശക്തി ശക്തിക്കനുസരിച്ച്. അത്തരം രീതിയിൽ തിരിഞ്ഞും മറിഞ്ഞും വരുന്ന പദങ്ങളൊക്കെ എന്തായിരിക്കും? അവ്യയഭാവ സമാസങ്ങളായിരിക്കും. പോകെ എടുത്തു തരാം കേട്ടോ. അപ്പൊ ജസ്റ്റ് പറഞ്ഞോളൂ മാത്രം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 19ാമത്തെ ചോദ്യമാണ്, നോക്കിക്കോളൂ. ധീരൻ എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. ധീരൻ എന്ന പദത്തിന്റെ വിപരീതം എന്ത്? അധീരൻ, ഭീരു, അശക്തൻ, ദുർബലൻ. ഇതിലേതാ കറക്റ്റ് ആയിട്ട് വരുന്നേ? സമാസം പേടിക്കൊന്നും വേണ്ടാട്ടാ. സമാസം ഏറ്റവും സിമ്പിൾ ആണ്. 4 ആക്ഷൻസ് മതി നമുക്ക് സമാസം പഠിക്കാനായിട്ട്. 1, 2, 3 and 4 അത്രേ ഉള്ളൂ സമാസം പഠിക്കാൻ. സിമ്പിൾ ആയിട്ട് പഠിക്കാം. പറഞ്ഞേ, ധീരൻ എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. ധീരന്റെ വിപരീതം എന്താണ്? ധീരൻ എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ളവനാണ്. അപ്പൊ പേടിത്തൊണ്ടൻ എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താ? അത് ഭീരുവാണ് അല്ലെ. ധീരൻ എന്ന പദത്തിന്റെ വിപരീതം ഭീരുവാണ്. കറക്റ്റ് ആണ്. അടുത്തത് 20ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ദൃഢം എന്ന പദത്തിന്റെ വിപരീതം. ആർക്കെങ്കിലും സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് നേരിട്ട് തന്നെ പറയണേ. ദൃഢം എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. നോക്കിയിട്ട് പറയാമോ? ദൃഢം. എപ്പോഴും ശ്രദ്ധിക്കുക, ദൃഢം എന്ന് എഴുതുമ്പോൾ ഡാക്ക് കെട്ടുണ്ട്. ഉറപ്പുള്ള ഡായാണ് ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ദൃഢമായിട്ട് ഉറപ്പായിട്ടിരിക്കുന്നേ, സ്ട്രോങ് ആയിട്ടിരിക്കുന്നേ. ദൃഢത്തിന് കെട്ടുണ്ട്. ഇത് PSC പദശുദ്ധിയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നേ. ദൃഢത്തിന്റെ ഡാക്ക് കെട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ദൃഢത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും വിപരീതം? ദൃഢത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് ശിഥിലമാണ് അല്ലെ. ദൃഢം എന്ന പദത്തിന്റെ വിപരീതം ഓപ്ഷൻ സി, ശിഥിലമാണ്. കറക്റ്റ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ കെട്ടില്ലാത്ത കുറച്ച് ഡാകൾ പറയാമോ മക്കളെ? കെട്ടില്ലാത്ത ഡാ വെച്ചിട്ടേ കുറച്ച് വാക്കുകൾ എനിക്കൊന്ന് പറഞ്ഞു തന്നേ. 1, 2, 3, 4, 5, 6 വാക്ക് പെട്ടെന്ന് പറഞ്ഞേ. കെട്ടില്ലാത്ത ഡാ വെച്ചിട്ട് എഴുതുന്നത് പറയൂ, കേക്കട്ടെ. പീഡനം. പീഡനം, ക്രീഡ, നീടം, ഗരുഡൻ, ആഡംബരം, വേറെ നെക്സ്റ്റ് ജഡം. ജഡം മരിച്ചു കഴിഞ്ഞാലുള്ള ജഡം, ജഡത്തിന് കെട്ടില്ല. വേറെ എന്തെങ്കിലും വാക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇത്രയും വാക്കുകളൊക്കെ കെട്ടില്ലാത്ത ഡായാണ്. ആഡംബരം എന്ന വാക്കിന് കെട്ടില്ലാട്ടാ, ശ്രദ്ധിക്കണേ. ആഡംബരം എന്ന വാക്കിന് ഭയങ്കര പൊങ്ങച്ചം എന്നാണ് അർത്ഥമെങ്കിലും കെട്ടില്ല എന്ന് ഓർത്തു വെക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 21ാമത്തെ ചോദ്യം. ഡിങ്കൻ. 21ാമത്തെ ചോദ്യമാണ്. വിപരീത പദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വിപരീത പദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പറയൂ. പശ്ചിമം എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് പറയാമോ? പശ്ചിമത്തിന്റെ വിപരീതം ദക്ഷിണം, പൂർവം, ഉത്തരം, ധ്രുവം. പറയ്. പശ്ചിമത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ പശ്ചിമത്തിന്റെ വിപരീതമായിട്ട് വരുന്നേ? അത് ഓപ്ഷൻ ബി, പൂർവമാണ് അല്ലെ. പശ്ചിമം, പൂർവം കറക്റ്റ് ആണ്. അപ്പൊ ഉത്തരത്തിന്റെ വിപരീതം എന്താടാ? ഉത്തരത്തിന്റെ വിപരീതം എന്താ? ഉത്തരം എന്നതിന്റെ വിപരീതം ദക്ഷിണമാണ്. അപ്പൊ ദക്ഷിണത്തിന് എത്ര വിപരീതങ്ങളുണ്ട്? ഉത്തരം എന്നും നമ്മൾ പറയും. അതോടൊപ്പം വാമം എന്ന് പറയും. നോക്കി വെക്കണേ. ദക്ഷിണത്തിന് ഉത്തരം എന്നും വാമം എന്നും നമ്മൾ പറയും. ഓർത്തു വെക്കണം. 22ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഉന്മീലനം എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നാണ് വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഉന്മീലനത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, നിമീലനമാണ് അല്ലെ. ഉന്മീലനം വിപരീതം നിമീലനമാണ്. കറക്റ്റ് ആണ്. അത് എത്ര ആയിരുന്നു? 22 അല്ലെ. ഓക്കെ, ശരി. അടുത്തത് 23ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. തിക്തത്തിന് പണി പാളിയോ? ഒക്കെ റിപ്പീറ്റ് ആണോ? തിക്തത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ റിവിഷൻ ആയിട്ട് കൊണ്ടുവന്നതാണ്. നേരത്തെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുന്നിട്ടത് വീണ്ടും ഇട്ടത് കേട്ടോ. തിക്തത്തിന്റെ വിപരീതം പറഞ്ഞേ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. തിക്തത്തിന്റെ വിപരീതം, തിക്തം എന്ന വാക്കിന്റെ വിപരീതം നമുക്ക് എല്ലാവർക്കും അറിയാം. തിക്തത്തിന്റെ വിപരീതം
മധുരമാണ്. മധുരമാണ്, കറക്റ്റ് ആണ്. ഓ ഭാഗ്യം, രണ്ടെണ്ണം ഉണ്ടായുള്ളൂ. അടുത്തത് 24ാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്വാതന്ത്ര്യം എന്നതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് പറഞ്ഞേ, സ്വാതന്ത്ര്യം എന്നതിന്റെ വിപരീതം നോക്കിയിട്ട് പറഞ്ഞോളൂ. അസ്വാതന്ത്ര്യം, പാരതന്ത്ര്യം, നിസ്വാതന്ത്ര്യം, പാരതന്ത്ര്യം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയാ 24ന്റെ ഉത്തരം ഏതാണ്. ശ്രദ്ധിച്ചിട്ട് പറയണം, തെറ്റിയാല് നല്ല അടിയാണ്. നോക്കിയിട്ട് പറ. ഞാൻ പറയട്ടെ, സ്വാതന്ത്ര്യത്തിന്റെ വിപരീതം. മക്കളെ എങ്ങനെയാണ് സ്വാതന്ത്ര്യം എന്ന് എഴുതിയിരിക്കുന്നത് നോക്കിയേ. ആദ്യം തന്നെ അത് നോക്കണം. നോക്കിക്കേ, സ്വാതന്ത്ര്യം എന്നാണ് നമ്മൾ പറയാ. സ്വാതന്ത്ര്യം എന്നാണ് നമ്മൾ പറയാ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിപരീതവും അവസാനിക്കുന്നത് എന്താ പറയാ, ന്ത്യത്തിലായിരിക്കണം. പാരതന്ത്ര്യം എന്നാണ് നമ്മൾ പറയാ ട്ടാ. സ്വാതന്ത്ര്യത്തിന്റെ വിപരീതമായിട്ട് പറയുന്നത് പാരതന്ത്ര്യം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മനസ്സിലായോ? സ്വാതന്ത്ര്യം വിപരീതമായിട്ട് വരുന്നത് പാരതന്ത്ര്യം. പാരതന്ത്ര്യം മനസ്സിലായല്ലോ? സ്വാതന്ത്ര്യം, പാരതന്ത്ര്യം. ഇപ്പൊ മനസ്സിലായോ? ഇനി തെറ്റിക്കില്ലല്ലോ? ശരി. അടുത്തത് 25ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. വൈമുഖ്യം എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. എന്താണ് വൈമുഖ്യം എന്ന പദത്തിന്റെ വിപരീതം നോക്കിയിട്ട് പറയാമോ? വൈമുഖ്യം എന്ന് പറഞ്ഞാൽ എന്താ? വിമുഖതയാണ് അല്ലെ? വിമുഖത എന്ന് പറഞ്ഞാൽ എന്താ? താല്പര്യമില്ലായ്മയാണ്. താല്പര്യമില്ലായ്മേനെയാണ് നമ്മൾ വിമുഖത എന്ന് പറയുന്നേ. മക്കളെ നാളെ അത്താണ്. എല്ലാവരും നാളെ തൊട്ട് അത്തക്കളൊക്കെ ഇടൂലേ? പെട്ടെന്ന് ഒരു ഓർമ്മ വന്നാണ്. നാളെ അത്തം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ ഓണാശംസകൾ ഇപ്പോഴേ നേരാണ്. ഓണത്തിനുള്ളിൽ ഈ ക്ലാസ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ക്ലാസ് ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഒക്കെ ഇടാ. എന്നിട്ട് എനിക്കൊക്കെ അയച്ചുതരാം. അല്ല മീൻസ് സെറ്റ് മുണ്ടോ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഫോട്ടോസ്, ആമ്പിള്ളേര് കുർത്ത ജുബ്ബ എന്തെങ്കിലുമൊക്കെ ഇട് കേട്ടോ. ഓക്കെ, എന്തായാലും അടിച്ചു വിളിക്ക്. വൈമുഖ്യത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. വൈമുഖ്യം എന്നതിന്റെ വിപരീതമായിട്ട് ഓർത്തിരിക്കേണ്ടത് ആഭിമുഖ്യമാണ്. അതിന്റെ ഇടയിൽ ഒരു ശ്രീകൃഷ്ണ ജയന്തി വരുന്നുണ്ട്. ഇനിയിപ്പോ ആരൊക്കെ കൃഷ്ണവേഷം കെട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. വൈമുഖ്യത്തിന്റെ വിപരീതം ആഭിമുഖ്യമാണ്. കറക്റ്റ് ആണ്. പ്രസാദത്തിന്റെ വിപരീതം എന്താ? പ്രസാദം എന്ന പദത്തിന്റെ വിപരീതം എന്താ? നിങ്ങൾക്കുണ്ടല്ലോ കൃഷ്ണവേഷം എന്ന് പറയുമ്പോ ആരെ ഓർമ്മ വരിക? ജന്മാഷ്ടമിയില് കൃഷ്ണവേഷം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആരെ ഓർമ്മ വരിക? ആരെ ഓർമ്മ വരിക? പ്രസാദത്തിന്റെ വിപരീതം വിഷാദമാണ് കേട്ടോ. പ്രസാദം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് തോന്നില്ല. അപ്പൊ നമ്മൾ നല്ല പ്രസാദം ഉണ്ട് കേട്ടോ മുഖത്ത്. ചില ദിവസം ഞാൻ ക്ലാസ് എടുക്കാൻ വരുമ്പോ ഇങ്ങനെ ഭയങ്കര ഡിം ആയിട്ടിരിക്കണ്ട. അപ്പൊ നമ്മൾ പറയാം, അയ്യോ ഒന്ന് എന്തോ വിഷാദം ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ പറയും. കറക്റ്റ്. പ്രസാദത്തിന്റെ വിപരീതം വിഷാദമാണ്. കറക്റ്റ് ആണ്. ഹരിശ്രീ അശോകനെയാണ് ഓർമ്മ വരിക. കറക്റ്റ് ആണ്. ആർജവത്തിന്റെ വിപരീതം എന്താ? മീശ. ആർജവത്തിന്റെ വിപരീതം ഷാരോത്ത ചക്കല്ലേ അമ്മ അത് എന്ന് പറയുന്ന സിനിമയല്ലേ? സൂപ്പർ സിനിമയായിരുന്നു അല്ലെ? ആർജവത്തിന്റെ വിപരീതം എന്താന്ന് ചോദിച്ചാല് അത് കൗടില്യമാണ്. ആർജവം വിപരീതം കൗടില്യമാണ്, മറന്നു പോവരുത്. അലസത്തിന്റെ വിപരീതം എന്താ? അലസം എന്ന പദത്തിന്റെ വിപരീതം എന്താ? അതെ, ഒരു കൃഷ്ണനുണ്ട്, ആരാന്ന് ഞാനിപ്പോ പറയുന്നില്ല. അലസത്തിന്റെ വിപരീതം എന്താന്ന് ചോദിച്ചാല് ഉജ്ജ്വലമാണ് കേട്ടോ. അലസം വിപരീതം ഉജ്ജ്വലമാണ്, ഓർത്തു വെക്കണം. പ്രസാദം വിപരീതം വിഷാദമാണ്, ഓർത്തു വെക്കണം. ആർജവം വിപരീതം കൗടില്യമാണ്, ഓർത്തു വെക്കണം. ശരി, 26ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. 26ാമത്തെ ചോദ്യം, വിയോഗം എന്ന വാക്കിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. വിയോഗത്തിന്റെ വിപരീതമാണ്, നോക്കിയിട്ട് പറയാമോ? വിയോഗം എന്ന പദത്തിന്റെ വിപരീതമാണ്. വിയോഗം എന്ന പദത്തിന്റെ വിപരീതം എന്താ നോക്കിയിട്ട് പറഞ്ഞേ. വിയോഗം എന്ന് പറഞ്ഞാൽ വേർപാടാണ് അല്ലെ? വിയോഗം എന്ന പദത്തിനർത്ഥം വേർപാട് എന്നാണ്. അപ്പൊ കൂടിച്ചേരുന്നതിനെ നമ്മൾ എന്താ പറയാ? കറക്റ്റ് ആണ്, സംയോഗം എന്നാണ് പറയാ അല്ലെ? വിയോഗം എന്ന് പറഞ്ഞാൽ വേർപെട്ടു പോക്കാണ്. കൂടിച്ചേരുന്നതിന് നമ്മൾ സംയോഗം എന്നാണ് പറയാ. ഓപ്ഷൻ സി ആണ്, കറക്റ്റ് ആണ്. 27ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഉദ്ഗതി എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. 27ാമത്തേതാണ്. ഉദ്ഗതിയുടെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. പുരോഗതി, അധോഗതി, സദ്ഗതി, സദാഗതി. ഉദ്ഗതി എന്ന പദത്തിന്റെ ഞാനിപ്പോ പറഞ്ഞത്
മായിട്ട് ജീവിച്ചിരിക്കുന്നതോ അല്ലാത്തതോ ആയ ആരുമായും ബന്ധമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഉദ്ഗതിയുടെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പറയാമോ? ഉദ്ഗതി എന്ന പദത്തിന്റെ വിപരീതം. കറക്റ്റ് ആണ് അല്ലെ. ഉദ്ഗതി എന്നതിന്റെ വിപരീതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാ? രണ്ട് മാത്രം ശരി എന്നുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ അധോഗതിയാണ് അല്ലെ. അധോഗതിയാണ് ഉദ്ഗതിയുടെ വിപരീതം. അപ്പൊ പുരോഗതിയുടെ വിപരീതം എന്താ? പുരോഗതി എന്ന പദത്തിന്റെ വിപരീതം എന്താ? പുരോഗതി എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് പാശ്ചാത് ഗതിയാണ് കേട്ടോ. പാശ്ചാത് ഗതി. PSC ദായും തായും മാറ്റിയും മറിച്ചൊക്കെ തരാറുണ്ട്, ഓർത്തു വെക്കണം. ഏതാണ് ഓപ്ഷനിൽ വരുന്നത് അതിനനുസരിച്ച് എഴുതിക്കോളൂ. പുരോഗതി എന്ന വാക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് വിപരീതമായിട്ട് ഉപയോഗിക്കേണ്ടത് പാശ്ചാത് ഗതിയാണ്. അതില്ലെങ്കിൽ മാത്രം അധോഗതി പോയിട്ട് എഴുതിയാൽ മതി. ഇത് രണ്ടും കൂടെ തന്നാല് പാശ്ചാത് ഗതി മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 28ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നാഗരികം എന്നതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. നാഗരികത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്, പറയാമോ? നാഗരികം എന്നതിന്റെ വിപരീതം എന്താണ്? നാട്ടിൻപുറം, ഗ്രാമീണം, നഗരം, ഗ്രാമികം. ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നേ? നാഗരികത്തിന്റെ വിപരീതം എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നാഗരികം എന്നതിന്റെ വിപരീതമായിട്ട് വരുന്നത് ഗ്രാമീണമാണ്. നാഗരികത്തിന്റെ വിപരീതം ഗ്രാമീണമാണ്. കറക്റ്റ് ആണ്. അടുത്തത് ആമയം എന്ന വാക്കിന്റെ വിപരീതമാണ്. ആമയത്തിന്റെ വിപരീതം എന്താ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ നമ്പർ മറന്നോണുന്നേ. ആമയം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താ? ആമയം. ആമയം എന്ന് പറഞ്ഞാല് രോഗമുള്ള അവസ്ഥ, ദുരിതമുള്ള അവസ്ഥയ്ക്കൊക്കെയാണ് നമ്മൾ ആമയം എന്ന് പറയാ. അപ്പൊ അതിന്റെ വിപരീതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പദം ഏതാ? ആമയത്തിന്റെ വിപരീതം നിരാമയമാണ് കേട്ടോ. നിരാമയം എന്നാണ് പറയാ. ദുഃഖമില്ലാത്ത അവസ്ഥ, വേദന ഇല്ലാത്ത അവസ്ഥ, രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥ, അതിനൊക്കെയാണ് നമ്മൾ നിരാമയം എന്ന് പറയുന്നത്. അതായത് ഫിസിക്കലി നമ്മൾ ഓക്കെ, ഇമോഷണലി ഫിസിക്കലി ഒക്കെ നമ്മൾ ഓക്കെ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് നിരാമയം എന്ന് പറയും. രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉള്ള സമയത്തിന് നമ്മൾ ആമയം എന്ന് പറയും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മൾ പോവാണ്. സ്മരിക്കുക എന്നതിന്റെ വിപരീത പദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സ്മരിക്കുക എന്നതിന്റെ വിപരീതം നോക്കിയിട്ട് പറഞ്ഞേ. അതെ, നിരാമയൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ഈശ്വരനാണല്ലോ വേദനകളും ദുഃഖങ്ങളും ഇല്ലാത്തതെന്ന് നമ്മൾ പറയുന്നു. നമ്മളെക്കാളും വലിയ കഷ്ടപ്പാടായിരിക്കും അവർക്ക്. ശരി, സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീതം പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്മരിക്കുക എന്ന ഡയലോഗ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഏത് സിനിമയാ ഓർമ്മ വരുന്നേ? ആരെയാ ഓർമ്മ വരുന്നേ? സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക എന്നാണ് അല്ലെ. സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കലാണ്. അപ്പൊ മറക്കുക എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്താ? കറക്റ്റ് ആണ്, വിസ്മരിക്കലാണ് അല്ലെ. വിസ്മരിക്കുക എന്ന് പറഞ്ഞാല് മറക്കുക എന്നാണ്. കറക്റ്റ് ആണ്. ഏത് സിനിമ ഓർമ്മ വരും സ്മരിക്കുക എന്നുള്ള ഡയലോഗ് കേൾക്കുമ്പോ? പെട്ടെന്ന് പറഞ്ഞേ. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? നോക്കട്ടെ. അടുത്ത ചോദ്യത്തേക്ക് പോവാണ്, നോക്കിക്കോളൂ. അതന്നെ. ആരോഹണം എന്ന പദത്തിന്റെ വിപരീതമാണ്. ആരോഹണം എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. നോക്കിയിട്ട് പറഞ്ഞോളൂ. ആരോഹണത്തിന്റെ വിപരീതം എന്താ? ആരോഹണം എന്ന് പറഞ്ഞാൽ എന്താ? കയറി 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 പോകുന്നതിനെയാണ് നമ്മൾ ആരോഹണം എന്ന് പറയുന്നത്. അസെൻഡിങ് ഓർഡർ ഉണ്ടല്ലോ, നമ്മൾ എഴുതുമല്ലോ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ ആണ് ആരോഹണം. അതിന്റെ വിപരീതമായിട്ട് നമ്മൾ പറയാ എന്താ? ഇറങ്ങി 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 വരുന്നതിനെ അവരോഹണം എന്നാണ് അല്ലെ പറയാ. ഓപ്ഷൻ ഡി ആണ്, അവരോഹണമാണ്. അത് ഡിസെൻഡിങ് ഓർഡർ ആണ്. കറക്റ്റ് ആണ്. ആരോഹണം, അവരോഹണം. കിട്ടിയില്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വിയോഗത്തിന്റെ വിപരീതം വീണ്ടും ചോദിച്ചിട്ടുണ്ട്, നോക്കിയിട്ട് പറയാമോ? വിയോഗം എന്ന പദത്തിന്റെ വിപരീതം എന്താ? വിയോഗത്തിന്റെ വിപരീതമായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുന്നേ? കറക്റ്റ് ആണ്, നമ്മൾ പഠിച്ചതാണല്ലോ. വിയോഗം എന്ന പദത്തിന്റെ വിപരീതമായിട്ട് സംയോഗമാണ്. വിയോഗം വേർപാടാണ്, സംയോഗമാണെങ്കിൽ അത് കൂടിച്ചേരലാണ്. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. രസത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. വിരസം, നീരസം, അതിരസം, സരസം. ഇതിൽ ഏതാണ് രസത്തിന്റെ വിപരീതം എന്നതാണ് ചോദ്യം. പറഞ്ഞേടാ. ഇപ്പോള് നമ്മൾ ആരെങ്കിലും ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പറയും ഞങ്ങൾ തമ്മിൽ നല്ല രസത്തിലാണെന്ന് പറയും. നമ്മൾ അയാളായിട്ട് ഉടക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? ഞങ്ങൾ
ഞങ്ങൾ തമ്മിൽ നീരസത്തിലാണെന്ന് പറയും. അങ്ങനെയല്ലേ പറയാ? നീരസം എന്ന പദമാണ് അല്ലെ. നീരസം എന്ന് പറഞ്ഞാൽ പിണക്കം എന്നുള്ള അർത്ഥത്തിൽ, പിണക്കം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും. രസം എന്ന് പറഞ്ഞാൽ ഇണക്കം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും. ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ സംഭവം. ഇനി വിരസത്തിന്റെ വിപരീതം എന്താണ്? വിരസം. വിരസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിരസം എന്ന് പറഞ്ഞാൽ ബോറാണ് അല്ലെ. ബോറടിക്കുമ്പോഴാണ് നമ്മൾ വിരസം എന്ന് പറയാ. നേരെ മറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരെ കൂടെ ഇങ്ങനെ വണ്ടലടിച്ച് തമാശ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പറയും സരസം എന്ന് പറയും. അപ്പൊ വിരസത്തിന്റെ വിപരീതമാണ് സരസം, നീരസത്തിന്റെ വിപരീതമാണ് രസം. കിട്ടിയില്ലോ? ശരി, അടുത്തേക്ക് പോവാണ്. സഹിതത്തിന്റെ വിപരീതം എന്താ? സഹിതം എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് പറയാമോ? ഇതൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ് കേട്ടോ. PSC നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേടാ, സഹിതം എന്ന പദത്തിന്റെ വിപരീതം എന്താ? സഹിതത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. സഹിതം എന്ന് പറഞ്ഞാല് നമ്മളോടൊപ്പം ഉള്ളതാണ് അല്ലെ. നമ്മളോടൊപ്പം ഉള്ളതിനെയാണ് നമ്മൾ സഹിതം എന്ന് പറയാ. ഒപ്പം ഉള്ളതാണ് സഹിതം. ഇനി ഇല്ലാണ്ടാവുമ്പോഴോ, നമ്മളുടെ ഒപ്പം ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? അത് രഹിതമാണ് അല്ലെ. കറക്റ്റ് ആണ്. സഹിതം എന്ന പദത്തിന്റെ വിപരീതം രഹിതമാണ്. ഓക്കെ അല്ലേ? സഹിതത്തിന്റെ വിപരീതം രഹിതം. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തേക്ക് പോട്ടെ. അടുത്ത ചോദ്യത്തേക്ക് പോട്ടെ. നോക്കിക്കോളൂ. താഴെ കൊടുത്തവയിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരാവുന്ന വാക്കുകൾ ഏതൊക്കെ എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയണം. കഠിനം എന്ന പദത്തിന്റെ വിപരീതമായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം എന്നതാണ് ചോദ്യം. നോക്കിയടാ, ലളിതം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കോ? കഠിനത്തിന് പകരമായിട്ട് ലളിതം ഉപയോഗിക്കോ? മൃദു ഉപയോഗിക്കോ? കർക്കശം ഉപയോഗിക്കോ? ദൃഢം ഉപയോഗിക്കോ? ഏതൊക്കെ നമ്മൾ ഉപയോഗിക്കും? ലളിതം എന്ന പദം നമ്മൾ ഉപയോഗിക്കും. കഠിനത്തിന് പരീക്ഷ കഠിനമായിരുന്നു, പരീക്ഷ ലളിതമായിരുന്നു. അപ്പൊ ലളിതം എന്ന പദം നമ്മൾ ഉപയോഗിക്കും. പിന്നെ കഠിനം എന്ന് പറഞ്ഞാൽ ഹാർഡ് ആണ്. രണ്ടാമത്തെ മൃദു എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ് അല്ലെ. മൃദു എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ്. കറക്റ്റ് ആണ്. ഞാന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലും ഭയങ്കര കഠിനമായിരിക്കും. പക്ഷെ ഇവിടെ ഹസ്ബൻഡിന്റെ അമ്മ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. മനസ്സിലായ? മര്യാദക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാണ്ടാണ്. അപ്പൊ കഠിനത്തിന്റെ വിപരീതം മൃദുലം അല്ലെങ്കിൽ മൃദു എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ദൃഢം എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളതാണ്, ഉപയോഗിക്കില്ല. കർക്കശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കർക്കശക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയ ആളുകളെയാണ് നമ്മൾ കർക്കശക്കാരെന്ന് പറയാ. അപ്പൊ ഒന്നും രണ്ടും ഉത്തരമായിട്ട് നമുക്ക് എടുക്കാം. ഒന്നും രണ്ടും എന്ന് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ഏതാ ഉത്തരമായിട്ട് വരുന്നേ? ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ആണ്. അതെന്താ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പുഞ്ച എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. തളിപ്പറമ്പ്, തളിപ്പറമ്പ്. ഇനി അവിടേക്ക് വരുമ്പോ തരണേ, വാങ്ങിച്ചു തരണേ. താഴെ തന്നിരിക്കുന്നവയിൽ പുഞ്ച എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പറയാമോ? തളിപ്പറമ്പ് കണ്ണൂർ അല്ലെ. ഓക്കെ, ഒരിക്കൽ വരാം. പുഞ്ച എന്ന പദത്തിന്റെ വിപരീതം എന്താ? കോഴിക്കോട് വരുന്നുണ്ട് അടുത്ത മാസം, ആ ഓണത്തിന്റെ ടൈമിൽ. കോഴിക്കോടുള്ള ടീംസ് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. താഴെ തന്നിരിക്കുന്നവയിൽ പുഞ്ച എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പറയാമോ പുഞ്ചയുടെ വിപരീതം? പുഞ്ച എന്ന പദത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. പറയൂ, പറഞ്ഞ്. പുഞ്ചയുടെ വിപരീതം നഞ്ചയാണ് അല്ലെ. പുഞ്ച എന്ന പദത്തിന്റെ വിപരീതം നഞ്ചയാണ്. കറക്റ്റ് ആണ്. പുഞ്ച കൃഷി, പിന്നെ കൃഷി ചെയ്യാത്തതിനെ നമ്മൾ നഞ്ചു ഭൂമി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചഞ്ചലം എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. സചഞ്ചലം, അചഞ്ചലം, സഞ്ചിതം, ചഞ്ചലത. ഇതിൽ ചഞ്ചലം എന്ന പദത്തിന്റെ വിപരീതം ഏത് എന്നതാണ് ചോദ്യം. നോക്കിയിട്ട് പറയാമോ ചഞ്ചലത്തിന്റെ വിപരീതം? ചഞ്ചലം എന്ന പദത്തിന്റെ വിപരീതം എന്താ? ചഞ്ചലം എന്ന് പറഞ്ഞാൽ ഇളകുന്നതാണ്. അപ്പൊ ഇളകാതെ സ്റ്റിൽ അടിച്ചു നിൽക്കുന്നതിനെ നമ്മൾ എന്താ പറയാ? അചഞ്ചലം എന്നാണ് അല്ലെ. ചഞ്ചലത്തിന്റെ വിപരീതമായിട്ട് വരുന്ന അചഞ്ചലമാണ്. ചഞ്ചലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളകുന്നത്. ഒരു പാട്ടുണ്ടല്ലോ, ചഞ്ചല ദ്രുത പദ താളം സുഹൃത താളം, ആ പാട്ടില്ലേ, അതേപോലെ. അപ്പൊ ചഞ്ചലം എന്ന് പറഞ്ഞാല് ഇളകുന്നതാണ്. അതിന്റെ വിപരീതം അചഞ്ചലമാണ്. അത് ഇളകാത്തത് അല്ലെങ്കിൽ സ്ഥിരമായത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കോളൂ. പുരോഗതി എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. പുരോഗതിയുടെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് ഉത്തരം പറയണേ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാ ഉത്തരമായിട്ട് വരുന്നേ? അതന്നെ, ഇഷ്ടം ഫിലിമിലെ. ഇഷ്ടം ഫിലിമിലെ ഏതാ ഉത്തരമായിട്ട് വരുന്നേ? പുരോഗതിയുടെ വിപരീതം
ആരെങ്കിലും എ പറഞ്ഞവരുണ്ടോ? ഈ ചോദ്യത്തിന് എ പറഞ്ഞ എ എന്ന ഓപ്ഷൻ ഉത്തരമായിട്ട് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യസന്ധമായി മൈക്ക് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പറഞ്ഞേ, ആരാ എ ഉത്തരം പറഞ്ഞ ടീംസ്? ആരാണ് എ ഉത്തരം പറഞ്ഞത്? പുരോഗതിയുടെ വിപരീതം എ എന്ന് ഉത്തരം പറഞ്ഞത് ആരൊക്കെയാണ്? ക്ലാസ്സിൽ കുറച്ചു മുമ്പൊക്കെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? അതോ ഫോൺ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പോയോ? ഫോൺ അവിടെ വെച്ചിട്ടേ അപ്പുറത്തെ റൂമിലേക്കോ ഇപ്പുറത്തെ റൂമിലേക്കോ ഒക്കെ പോയോ? എന്നെ വല്ല ജനലിന്റെ അവിടെ വെച്ചിട്ട് ക്ലാസ് എടുത്തത് കേട്ടിരുന്നോ? കുറച്ചു മുന്നേ ഞാൻ എന്താ പറഞ്ഞിരുന്നേ? പുരോഗതി എന്ന വാക്കിന് അധോഗതിയും പശ്ചാത്ഗതിയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ഉത്തരമായിട്ട് എഴുതണം എന്നാ പറഞ്ഞേ? ഏതായിട്ട് ഉത്തരം? ഞാൻ കണ്ടു, ആരൊക്കെ പറഞ്ഞു എന്ന് ഞാൻ കണ്ടു. ആരൊക്കെ സത്യസന്ധമായിട്ട് മറുപടി പറയുന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ശരി, പശ്ചാത്ഗതിയാണ് കേട്ടോ. പുരോഗതി എന്ന പദത്തിന്റെ വിപരീതം പശ്ചാത്ഗതിയാണ്. ഞാൻ പറഞ്ഞിരുന്നു അധോഗതിയും പശ്ചാത്ഗതിയും ഒന്നിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് ബി തന്നെ കൊടുക്കണം. വെറുതെ ഇതിന്റെ ഒരു മാർക്കും പിന്നെ തെറ്റിപ്പോയതിന്റെ പോയിന്റ് 3 കൊണ്ട് കളയരുത്. 1.33 ഒക്കെ മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്ര റാങ്ക് മാറുന്നറിയോ? അങ്ങനെയൊന്നും ചെയ്യരുത്. ശ്രദ്ധിച്ചിട്ട് ഉത്തരം എഴുതണം. പുരോഗതിക്ക് പശ്ചാത്ഗതി എഴുതണം, അതില്ലെങ്കിൽ മാത്രം അധോഗതി എഴുതാം. ഇനി ജീവിതത്തിൽ ഇത് തെറ്റിക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്, നോക്കിക്കോളൂ. ഉത്കൃഷ്ടം എന്ന പദത്തിന്റെ വിപരീതാർത്ഥം വരുന്ന പദജോഡികൾ ഏതൊക്കെ എന്നതാണ് ചോദ്യം. ഉത്കൃഷ്ടം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന 2 വാക്കുകൾ അവര് പെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് പറയാമോ? ഉത്കൃഷ്ടത്തിന്റെ വിപരീതം നികൃഷ്ടം അപകൃഷ്ടം, നിഷ്കൃഷ്ടം അപകൃഷ്ടം, നിഷ്കൃഷ്ടം നികൃഷ്ടം, നികൃഷ്ടം ദുഷ്കൃഷ്ടം. ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നേ? ഉത്കൃഷ്ടത്തിന്റെ വിപരീതമായിട്ട് എടുത്തുള്ള പേപ്പറിൽ എഴുതി വെച്ചോ. എടുത്തുള്ള പേപ്പറിൽ ഈ 2 വാക്കും എഴുതിയിട്ടോ. ഉത്കൃഷ്ടത്തിന്റെ വിപരീതമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏതൊക്കെയാ? ഓപ്ഷൻ എ ആണ്. നികൃഷ്ടം എന്ന വാക്കും നമുക്ക് കൊടുക്കാൻ പറ്റും, അപകൃഷ്ടം എന്ന വാക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. കിട്ടിയല്ലോ? ഇത് രണ്ടും ഉത്കൃഷ്ടത്തിന്റെ വിപരീതങ്ങളാണ്. പുസ്തകത്തിൽ എഴുതിയിരുന്നേ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഊഷരം എന്ന വാക്കിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. നോക്കിയിട്ട് പറഞ്ഞേ, ഊഷരത്തിന്റെ വിപരീതം എന്താ? ഊഷരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മള് ഇപ്പൊ കുറച്ചധികം നാളുകളായിട്ട് നമുക്ക് കാണാറില്ല. കാരണം കേരളത്തിൽ ഇപ്പൊ എല്ലാ മാസവും മഴയാണല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ വരണ്ടുണങ്ങിയിട്ടേ, വരണ്ടുണങ്ങുക എന്ന് നമ്മൾ പറയും. ഈ പാടങ്ങളൊക്കെ ഇതിങ്ങനെ വിണ്ടു പൊളിയണതൊക്കെ ന്യൂസിലൊക്കെ കാണിക്കും. എന്നിട്ട് ഇങ്ങനെ വെള്ളം വരാത്ത ഒരു ടാപ്പ് ഉണ്ടാവും, അതിന്റെ അടിയിൽ കുറെ കുടങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ നിരത്തി വെക്കും, വേനലിനെ റെപ്രസെന്റ് ചെയ്തിട്ട്. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ വരണ്ടുണങ്ങുക എന്നാണ് ഊഷരം എന്ന് പറഞ്ഞാല്. അതന്നെ. നേരെ മറിച്ച് അതിന്റെ വിപരീതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ഉർവരമാണ് കേട്ടോ. അതായത് നല്ല വെള്ളമൊക്കെ വീണ് നല്ല കുഴഞ്ഞു മറിഞ്ഞ് ഫലഭൂയിഷ്ഠമായിട്ട് കിടക്കുന്നതിനെ നമുക്ക് ഉർവരം എന്ന് പറയാൻ പറ്റും. ഇനി ആർദ്രത്തിന്റെ വിപരീതം എന്താ? ആർദ്രം എന്ന പദത്തിന്റെ വിപരീതം എന്താ? ആർദ്രം എന്ന് പറഞ്ഞാൽ എന്താ? ആർദ്രം നനവുള്ളതാണ് കേട്ടോ. ആർദ്രം എന്ന് പറഞ്ഞാൽ നനവുള്ളത് എന്നർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. നനവുള്ളത് അല്ലെങ്കിൽ ഇച്ചിരി ഒരു തുടുപ്പുള്ളത് എന്നർത്ഥത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആർദ്രത്തിന്റെ വിപരീതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പദം എന്താ? ആർദ്രത്തിന്റെ വിപരീതം ശുഷ്കമാണ് കേട്ടോ. ശുഷ്കം. ആർദ്രം എന്നതിന്റെ വിപരീതം നമുക്ക് ശുഷ്കം എന്ന പദം ഉപയോഗിക്കാൻ പറ്റും. ആർദ്രം, ശുഷ്കം. കിട്ടിയില്ലോ? ഈ ഉപ്പുമാങ്ങയൊക്കെ, മാങ്ങ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഭരണിയില് നമ്മൾ ചുണയോടുകൂടി മാങ്ങ ഉപ്പ് ലെയർ ആയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? കെട്ടിവെക്കും. കുറെ നാള് കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ചിട്ട് നമ്മള് കടുക് പരിപ്പും എണ്ണയും കായംപൊടിയും അങ്ങനത്തെ സൊർക്കൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കടുമാങ്ങ അച്ചാറിടും. എന്നിട്ട് അത് വീണ്ടും ഭരണിയിലാക്കിയിട്ട് എണ്ണത്തുണി ഇട്ടിട്ട് വീണ്ടും കെട്ടിവെക്കും. അപ്പൊ ആ ഉപ്പും മാങ്ങ ഇട്ടിട്ട് കുറെ നാൾ കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോ ശുഷ്കിച്ചിരിക്കും അല്ലെ? നമ്മളിങ്ങനെ ഒരു കടിയടിക്കുമ്പോ കണ്ണിങ്ങനെ അടഞ്ഞു പോകും. ആ സാധനം അറിഞ്ഞൂടെ? അപ്പൊ ആർദ്രത്തിന്റെ വിപരീതമാണ് ശുഷ്കം. ഇനി മറക്കൂലല്ലോ. ശരി. ഇനി ഉൽഫുല്ലം എന്ന് പറഞ്ഞാൽ എന്താ? ഉൽഫുല്ലം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഉൽഫുല്ലം വിടർന്ന, വെറുതെ പറഞ്ഞ എന്റെ വായ വെള്ളം വരുന്നത്. ഉൽഫുല്ലം എന്ന് പറഞ്ഞാല് വിടർന്നതാണ്. ഉൽഫുല്ലം എന്ന പദത്തിനർത്ഥം വിടർന്നത് എന്നാണ്. കറക്റ്റ് ആണ്. ആർദ്രത്തിന്റെ വിപരീതം ശുഷ്കമാണ്. തീക്ഷ്ണം
തീക്ഷ്ണത്തിന്റെ വിപരീതമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? തീക്ഷ്ണം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയത്. ഇപ്പൊ ആസിഡിന്റെ ഒക്കെ തീക്ഷ്ണ ഗന്ധം എന്ന് നമ്മൾ പറയില്ലേ, തുളച്ചു കയറുന്നത് എന്നർത്ഥത്തിലാണ് തീക്ഷ്ണം എന്ന പദം ഉപയോഗിക്കുന്നത്. അതിന്റെ വിപരീതമായിട്ട് എന്ത് പറയുന്നു എനിക്ക് ഓർത്തിട്ട് കിട്ടുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. തീക്ഷ്ണത്തിന്റെ വിപരീതം, തീക്ഷ്ണം വിപരീതം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ തീക്ഷ്ണത്തിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് കേട്ടോ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്, നോക്കിക്കോളൂ. ജാഗ്രതയുടെ വിപരീതം എന്താ? ജാഗ്രത എന്ന പദത്തിന്റെ വിപരീതം എന്താണ് പറയാൻ പറ്റുമോ? നിങ്ങളെ കെമിസ്ട്രി ലാബിലൊക്കെ കയറുമ്പോൾ കണ്ടിട്ടില്ലേ ആസിഡിന്റെ തീക്ഷ്ണഗന്ധം എന്നൊക്കെ നമ്മൾ പറയില്ലേ? ആസിഡിനൊക്കെ ഭയങ്കര തീക്ഷ്ണഗന്ധായിരിക്കും. പ്രീ ഡിഗ്രി ഞാൻ പഠിക്കുമ്പോൾ +2 ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പ്രീ ഡിഗ്രിക്കാണ് ചേർന്നത്. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് കെമിസ്ട്രി ലാബിൽ വെച്ചിട്ട് ആസിഡിന്റെ ഒക്കെ മണ്ണടിച്ചിട്ട് എനിക്ക് തോന്നി തല കറങ്ങണുണ്ടെന്ന്. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞ് നോക്കുമ്പോ ഒരു ട്രെയിൻ ഓടുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോ എന്റെ ചുറ്റും കുറെ മുഖങ്ങള്. അപ്പൊ എന്നെ പിടിച്ചെണീപ്പിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകണ്, ഇവിടെ സ്റ്റിച്ചൊക്കെ ഇട്ട് ബാക്കിൽ. എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ എന്റെ അച്ഛൻ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ എന്നെ കണ്ടിട്ട് തല കറങ്ങണ പോലെ വിഷമിച്ചിട്ട് അച്ഛൻ എന്നെ പിടിക്കല്ല, അച്ഛന്റെ ഒറ്റയിരിപ്പ് കസാരയിൽ, പാവം. ശരി, അപ്പൊ ജാഗ്രതയുടെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. പറയാമോ ജാഗ്രത എന്ന വാക്കിന്റെ വിപരീതം എന്താ? ഓൺലി കാൽക്കുലേറ്റർ ആണ് അല്ലെ? ഓക്കെ, ശരി ശരി, പറയൂ. ജാഗ്രത എന്ന പദത്തിന്റെ വിപരീതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സുഷുപ്തിയാണ് അല്ലെ? ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ? ജാഗരൂകരായിരിക്കുക, ജാഗ്രത എന്നൊക്കെ പറഞ്ഞിട്ട് ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് അല്ലെ? ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ? ജാഗ്രത എന്ന് പറയുന്നേ. അപ്പൊ എങ്ങനെയാ ജാഗ്രത അവസ്ഥ എന്ന് എഴുതാ? ജാഗ്രത അവസ്ഥ എന്ന് നമ്മൾ എങ്ങനെ എഴുതാ? ജാഗ്രത അവസ്ഥ എങ്ങനെയാണ്? ജാഗ്രതാവസ്ഥ, നീട്ടണ്ട കേട്ടാ. ജാഗ്രതാവസ്ഥ എന്ന് വേണ്ട, ജാഗ്രതാവസ്ഥ എന്ന് മതി. അതിന്റെ വിപരീതം സുഷുപ്തിയാണ്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മൂടി പൊതച്ച് കിടന്നുറങ്ങില്ലേ, അതിനെയാണ് നമ്മൾ സുഷുപ്തി എന്ന് പറയാം. ഓക്കെ, അടുത്തേക്ക് പോവാണ്. പ്രശാന്തത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കിയിട്ട് പറയാമോ? അല്ല, ജാഗ്രത അവസ്ഥയ്ക്ക് ദായാണ് കേട്ടോ. ദന്തത്തിന്റെ ദായ ഇടണേ, ദന്തത്തിന്റെ ദായ ഇടണം. പിന്നെ നീട്ടുകയും വേണ്ട. ശരി, പ്രശാന്തം എന്ന പദത്തിന്റെ വിപരീതം പറയാൻ പറ്റുമോ? പ്രശാന്തം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ കാമായിട്ട് ശാന്തമായിട്ടൊക്കെ കടൽ കിടക്കുമ്പോഴാണ് നമ്മൾ പ്രശാന്തം എന്ന് പറയാ. നേരെ മറിച്ച് കൊടുങ്കാറ്റൊക്കെ വരുമ്പോ കടൽ ഇങ്ങനെ ഇളകി മറിയും അല്ലെ? അതിനെ നമ്മൾ എന്താ പറയാ? പ്രക്ഷുബ്ധം എന്നാണ് പറയാ. പ്രശാന്തം എന്നതിന്റെ വിപരീതം പ്രക്ഷുബ്ധമാണ്, കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഹ്രാസം എന്നതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. ഹ്രാസത്തിന്റെ വിപരീതം ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറയണം. ദീർഘം, ബഹുലം, ഗർഹം, വികാസം. ഇതിൽ ഏതാ ഉത്തരമായിട്ട് വരുന്നേ? ഹ്രാസം എന്ന പദത്തിന്റെ വിപരീതം ഹ്രാസത്തിന്റെ വിപരീതം എന്താ? വികാസമാണ്. ഓർത്തു വെക്കണേ. ഹ്രാസം എന്ന പദത്തിന്റെ വിപരീതമായിട്ട് ഓർത്തു വെക്കേണ്ടത് ഓപ്ഷൻ ഡി, വികാസമാണ്. അപ്പൊ ദീർഘത്തിന്റെ വിപരീതം എന്താ? ദീർഘം എന്ന പദത്തിന്റെ വിപരീതം എന്താ? ദീർഘം, അത് ഹ്രസ്വമാണ്. ഹ്രസ്വം, ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആണ്. ദീർഘം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ആണ്. കിട്ടിയില്ലോ? വികാസം അറിയാലോ, എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ ഹ്രാസം എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ബഹുലത്തിന്റെ വിപരീതം എന്താ? ബഹുലം എന്ന് പറഞ്ഞാൽ ധാരാളമാണ് അല്ലെ? ബഹുലം എന്ന് പറഞ്ഞാൽ ധാരാളമാണ്. അതിന്റെ വിപരീതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പദം എന്താ മക്കളെ? എനിക്കൊന്ന് പറഞ്ഞു തന്നെ. ബഹുലം എന്ന പദത്തിന്റെ വിപരീതമായിട്ട് പറയാൻ പറ്റുന്നേ വിരളമാണ് ട്ടാ. ബഹുലം എന്നതിന്റെ വിപരീതമായിട്ട് പറയാൻ പറ്റുന്നേ വിരളമാണ്. അപ്പൊ ബാഹുല്യത്തിന്റെ വിപരീതം എന്താ? ബാഹുല്യം എന്ന വാക്കിന്റെ വിപരീതം, ബാഹുല്യത്തിന്റെ വിപരീതം വൈരള്യമാണ്, കറക്റ്റ് ആണ്. ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഇതും കൂടെ ചോദിക്കാം. സരളം എന്ന വാക്കിന്റെ വിപരീതം എന്താ? സരളം എന്ന വാക്കിന്റെ വിപരീതം, സരളം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? സരളത്തിന്റെ വിപരീതം എന്താ? എന്താ സരളത്തിന്റെ വിപരീതം? പ്രൗഢമാണ്. സരളം വിപരീതം പ്രൗഢമാണ്, കറക്റ്റ് ആണ്. കട്ടുറുമ്പ് ഉണ്ടല്ലോ, കട്ടുറുമ്പ്, കട്ടുറുമ്പ്, ഇതെങ്ങനെയാ പിരിച്ചെഴുതുന്നേ? കട്ടുറുമ്പ് എന്ന പദം ഒന്ന് പിരിച്ചെഴുതി കാണിച്ചു തരുമോ? എല്ലാവരും ചെയ്യണേ.
കട്ടുറുമ്പ് എന്ന പദം ഒന്ന് പിരിച്ചെഴുതാമോ? ഇടിയാണ്, ഇടി. എല്ലാവരും എഴുതും പ്ലീസ് വേഗം എഴുതിക്കേ. കട്ടുറുമ്പ്. ആരെങ്കിലും മര്യാദക്ക് എഴുതണെങ്കിൽ ഒരു മിഠായി തരാന്ന് വെച്ചിട്ടാണ്. മിഠായി ഞാൻ തന്നെ തിന്നേണ്ടി വരുന്നു തോന്നുന്നുണ്ട്. ആരോ ഒരാൾ എഴുതിയിട്ടുണ്ട് കേട്ടാ. ആളെ പേര് എനിക്ക് വായിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ പറയുമ്പോൾ ഉത്തരം പറയുമ്പോ സത്യസന്ധമായിട്ട് അത് പറഞ്ഞൊരു കൈ പൊക്കണേ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. വീണ്ടും മാറ്റി മറിച്ചും പറയണ്ട കേട്ടാ. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഞാൻ എല്ലാം കാണുന്നുണ്ട്. ശരി, ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. കട്ടുറുമ്പ് പിരിച്ചെഴുത ഇങ്ങനെയാണ്. കടു പ്ലസ് ഉറുമ്പാണ് ട്ടാ. കടു പ്ലസ് ഉറുമ്പാണ് കൂടിച്ചേരുമ്പോ കട്ടുറുമ്പായിട്ട് മാറുന്നേ. ഇവിടെ വരുന്നത്, ഇവിടെ ഒരു ടായാണ്, ഉത്തരത്തില് 2 ടായാണ്. അപ്പൊ ഇത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണെന്നും കൂടെ ഓർത്തു വെക്കണം. ആരെങ്കിലും കടു പ്ലസ് ഉറുമ്പ് എഴുതിയോ? ആരെങ്കിലും കടു പ്ലസ് ഉറുമ്പ് എഴുതിയോ? ഞാൻ കണ്ടു. ആരൊക്കെ എഴുതിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആരും നുണ പറയണ്ട. എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കോ? ശരി, കട്ടുറുമ്പാണെങ്കിൽ അത് കടു പ്ലസ് ഉറുമ്പാണ്. അതൊന്നും പറ്റില്ല. ഉത്തരമായിട്ട് തന്നെ പറയണം. ഇതൊന്നും എഴുതിയാലൊന്നും മിഠായി ഒന്നും തരില്ല. രേഷ്മ കറക്റ്റ് ആക്കി, ജ്യോതി കറക്റ്റ് ആക്കി. ശരി. മിഠായി തരാട്ടാ. നമ്മൾ അടുത്ത മീറ്റപ്പിന് നമ്മൾ കാണുമ്പോൾ എന്റെ ബാഗിൽ മിഠായി ഉണ്ടാവും. എന്നോട് വന്നിട്ട് പറയണേ, മിസ്സേ ഞാനാണ് കട്ടുറുമ്പ് ശരിക്കും എഴുതിയത്, ആ മിഠായി ഇങ്ങോട്ട് തന്നോന്ന് പറയണം. എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ലല്ലോ എല്ലാവരെയും. ഓക്കെ, ശരി. എന്നോട് മിസ്സേ കട്ടുറുമ്പിന്റെ മിഠായി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് ഓർമ്മ വരും. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കോളൂ. ദൃഢം എന്നതിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. ദൃഢത്തിന്റെ വിപരീതം എന്താ? ദൃഢത്തിന്റെ വിപരീതം എന്താ? ഓപ്ഷൻസ് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. നമുക്ക് എല്ലാവർക്കും അറിയാം ദൃഢത്തിന്റെ വിപരീതം. എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ദൃഢം എന്ന പദത്തിന്റെ വിപരീതം ശിഥിലമാണ്. ദൃഢം എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത്, ശിഥിലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നത്. ലഘു എന്ന പദത്തിന്റെ വിപരീതം എന്താ? ലഘുവിന്റെ വിപരീതം പറഞ്ഞേ. ലഘു എന്ന പദത്തിന്റെ വിപരീതം നോക്കിയിട്ട് പറഞ്ഞേടാ. ഗുരുവാണ് അല്ലെ. ലഘു എന്ന പദത്തിന്റെ വിപരീതം ഗുരുവാണ്. ലളിതത്തിന്റെ വിപരീതം കഠിനമാണ്. മൃദുലത്തിന്റെ വിപരീതവും നമുക്ക് കഠിനം എന്ന പദം ഉപയോഗിക്കാൻ പറ്റും. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നോക്കിക്കോളൂ. പൂർവത്തിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നേ? പൂർവത്തിന്റെ, നേരത്തെ ഇതിന്റെ വിപരീതം തന്നിട്ടാണ് ചോദിച്ചത്. ഇപ്പൊ നേരെ തിരിച്ചു ചോദിച്ചു. പൂർവം എന്ന പദത്തിന്റെ വിപരീതം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പൂർവത്തിന്റെ വിപരീതം പശ്ചിമമാണ് കേട്ടോ. പൂർവം എന്ന പദത്തിന്റെ വിപരീതം പശ്ചിമമാണ്. കറക്റ്റ് ആണ്. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഋജു എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നതാണ് ചോദ്യം. ഋജു എന്ന പദത്തിന്റെ വിപരീതം നോക്കിയിട്ട് പറയാമോ? ഋജു എന്ന പദത്തിന്റെ വിപരീതം എന്താ? ഇപ്പൊ ക്ലാസ് ഉണ്ടാ? നമ്മൾ 7:10 തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തേ. ക്ലാസ് ഇല്ലെങ്കിൽ 8:10 വരെ എടുക്കാം. ഋജു എന്ന പദത്തിന്റെ വിപരീതം എന്താ? ഋജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേർരേഖയാണ് ഋജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ വളഞ്ഞതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വളഞ്ഞതിനെ നമ്മൾ എന്താ പറയുന്നേ? വക്രം എന്നാണ് പറയുന്നത് അല്ലെ. ഋജു എന്ന പദത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് ഓപ്ഷൻ എ വക്രമാണ്. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നിരാമയം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? 8:15 ക്ലാസ് ഉണ്ട് അല്ലെ. ഓക്കെ, ഇപ്പൊ വിടാം. നിരാമയം, ലാസ്റ്റ് ചോദ്യം. നിരാമയത്തിന്റെ വിപരീതമാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പറഞ്ഞോളൂ. നിരാമയം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? നിരാമയം എന്ന പദത്തിന്റെ വിപരീതം നമുക്കറിയാലോ. നേരത്തെ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് പഠിച്ചതാണ്. അതെ, കറക്റ്റ് ആണ്. നിരാമയത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആമയമാണ്. കറക്റ്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ഒരു 40 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. 40-45 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. 40-45 ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. വിപരീതം സിമ്പിൾ ആണ്. ഡൗട്ട് ഉള്ളത് അപ്പാപ്പ ഞാൻ പേപ്പറിൽ എഴുതിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. ഒരുവിധം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. വല്ല 2-3 ഒക്കെ തെറ്റാൻ സാധ്യതയുള്ളൂ. ഓക്കെ,